ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് ഫുൾ മൂണിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ബ്ലെസ്സിങ്സ്, അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങളിൽ എന്ത് മാറ്റങ്ങളൊക്കെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഈ ടൈം കിട്ടാൻ വേണ്ടി പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ റീഡിംഗ് നോക്കുന്നതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന മാത്രം എടുക്കാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറിയിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഞാൻ കൂടുതൽ വലിച്ചു നീട്ടി പറയുന്നില്ല, നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓറ പവർ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു എൻലൈറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻറ്റൻഷനൊക്കെ വളരെ പവർഫുള്ളായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പലർക്കും മാനിഫെസ്റ്റേഷൻ വർക്കാവുന്ന ടൈമാണ്. നല്ല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. മേ ബി കുറച്ച് പേര് കരിയർ റിലേറ്റഡ് ആകാം, കുറച്ച് പേരാണെങ്കിൽ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്, അതായത് പേഴ്സണിൻ്റെ കംബാക്കാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനിതിലൊരു സ്പെസിഫിക് ടോപ്പിക്കല്ല ഞാൻ പറയുന്നത്, എനിക്ക് കാണുന്നത് എന്തൊക്കെയാണോ അതൊക്കെ ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അതായത് ഒരു സ്പെസിഫിക് ആയിട്ട് ടോപ്പിക് ബേസ് ചെയ്തിട്ടല്ല റീഡിങ് പോകുന്നത്. അപ്പോൾ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ബ്ലെസ്സിങ്സും പോസിബിളാണ്. എങ്ങനെയൊക്കെ നിങ്ങളുടെ ഡിവൈൻ പവർ, ഡിവൈൻ എനർജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം നിങ്ങൾക്ക് ഈ ഒരു ടൈം വളരെ പോസിബിലിറ്റി ആയിട്ട് അല്ലെങ്കിൽ പോസിബിളാണ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് വേണം, നിങ്ങൾ ആദ്യം നിങ്ങളിൽ തന്നെ വിശ്വസിക്കണം, എന്നിട്ട് മാത്രം എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും, നിങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് സഞ്ചരിച്ചോളാം, എനിക്ക് ഒരാളുടെയും ഹെൽപ്പ് വേണ്ട എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ടുള്ള വഴി എങ്ങനെയാണെന്നൊന്നും അറിയുന്നുണ്ടാവില്ല പലർക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ ഗൈഡൻസ് പോലെ പലർക്കും പല രീതിയിലായിരിക്കാം. ഓരോ ആൾക്ക് ഏഞ്ചൽ നമ്പേഴ്സ് ആയിരിക്കാം, ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങൾക്കൊരു ഡ്രീം വഴി ആയിരിക്കാം, ഒരു ഇൻറ്റൻഷൻ വഴി, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻറ്റൻഷൻ വഴി ഏഞ്ചൽസ്, അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ഡിവൈൻ പവർ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് പലപ്പോഴും പലർക്കും തോന്നിയിട്ടുണ്ടാകും ഒറ്റപ്പെട്ടു പോയി എന്നുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ചില ഒറ്റപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ, ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കണം, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രോപ്പർ പ്ലാൻ എന്തൊക്കെയാണ് എന്നുള്ള രീതിയിലാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ജേണി, നിങ്ങളുടെ ഈ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് പലരുടെയും സംബന്ധിച്ചു എന്നുള്ളതാണ്. അതായത് നിങ്ങൾ സഞ്ചരിക്കുന്ന വഴിയിൽ നിങ്ങൾക്ക് ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സൽ പവർ ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് പല കാര്യങ്ങളിലും ഒറ്റപ്പെട്ടു പോയി, എന്തുകൊണ്ടാണ് ഡിവൈൻ എനർജി ഇതൊന്നും കാണുന്നില്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ പലപ്പോഴും ഒരു സംശയ രീതിയിലൊക്കെ നിന്നിട്ടുണ്ടാവും. പലർക്കും ഓരോരോ കാര്യത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി കിട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. അത് ഇൻറ്റൻഷൻ വഴിയാണെങ്കിലും ഓരോ വഴി നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഓരോരോ പ്ലാൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തോളൂ എന്നുള്ളതാണ്. ടേക്ക് യുവർ ഫസ്റ്റ് സ്റ്റെപ്പ്, ബിഗിൻസ് നൗ എന്നുള്ളൊരു കാർഡാണ്. അതായത് ഇവിടെ നിങ്ങളുടെ ലൈഫിൽ പലരുടെയും ലൈഫിൽ ഇവിടെ ഒരു മൂടൽമഞ്ഞ് എന്ന് പറഞ്ഞൊരു അവസ്ഥ, പോകടി എന്ന് പറഞ്ഞൊരു കാർഡ് കാണിക്കുന്നതും അങ്ങനെയാണ്. മുന്നിൽ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം. അതായത് ചില കാര്യങ്ങളിൽ ധൃതി പിടിച്ച് ഒരു കാര്യങ്ങളിൽ എടുത്ത് ചാടി പുറപ്പെടരുത്. അതിന് എന്തൊക്കെ സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ടൈം എടുത്ത് മെല്ലനെ പോയാൽ മതി എന്നുള്ള രീതിയിലാണ്. അതായത് ഒരാൾ മറ്റൊരാളുമായിട്ടുള്ള കോമ്പറ്റീഷനിലൊന്നും അല്ല, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ജേണിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ഒരാൾക്ക് പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ വർക്കായി എന്ന് വിചാരിച്ച് നിങ്ങൾ വിചാരിക്കും എൻ്റെത് എന്തുകൊണ്ട് വർക്കാവുന്നില്ല എന്ന്. ഓരോ ആൾക്കും ഓരോരോ തരത്തിലുള്ള ബ്ലെസ്സിങ്സ് ആയിരിക്കും, അതുപോലെ തന്നെ ഓരോരോ തരത്തിലുള്ള ജേണി ആയിരിക്കും. ഒരാളും പിന്നിലും അല്ല, ഒരാളും മുന്നിലും അല്ല. നിങ്ങൾ നിങ്ങളുടെ റൈറ്റ് ടൈമിലാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹേർട്ട് ബ്രേക്ക് ഉണ്ടാകാം, ലോൺലിനെസ് ഉണ്ടാകാം, എന്ത് തന്നെ ഉണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ലോസ്റ്റ് ഇൻ ഫീലിംഗ് ഉണ്ടാകും. അതായത് ഇനി എന്ത് എന്നുള്ള രീതിയിൽ ഒരു സംശയ ചിഹ്നം പോലെ നിങ്ങളുടെ മുന്നിൽ ഉണ്ടായിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഇതിൽ എന്താണ് ഞാനൊരു ഡിസിഷൻ എടുക്കേണ്ടത് എന്നറിയാതെ ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന എനർജിയിൽ പലരും കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഡ്രോൺ എനർജിയിലാണ് എനിക്കിവിടെ പലരെയും ഫീൽ ചെയ്യുന്നത്. അതായത് ഏഞ്ചൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, കുറച്ച് പേര് ഇതൊന്നും എനിക്ക് ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ കുറച്ച് പേര് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാണ് ബാക്ക് ടു ട്രാക്കിലേക്ക് വരിക, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തായാലും വർക്കാകും. അതായത് കുറച്ച് ചില കാര്യങ്ങളിൽ ടൈം എടുത്തേക്കാം, പക്ഷേ ആ പരീക്ഷണങ്ങൾക്ക് ഒടുവിൽ നിങ്ങൾക്ക് ഒരുപാട് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നിങ്ങൾക്കൊന്നും ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഇവിടെ പലർക്കും
അതുപോലെ തന്നെ ഞാനിവിടെ റിലീജിയസ് ബേസ് ചെയ്ത് ഫോക്കസ് ചെയ്ത് പറയുന്നൊന്നുമല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഓരോരോ പ്രാർത്ഥനാ രീതിയിലൊക്കെ ഉണ്ടാകാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഹിന്ദു മതവിശ്വാസികളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ആരെ പ്രാർത്ഥിക്കാം? ലോർഡ് ഗണേശനെ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ മാറിത്തരാൻ വേണ്ടിയിട്ട് ഇവിടെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് അബണ്ടൻസ്, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ലോർഡ് ഗണേശ വഴി കിട്ടും എന്നുള്ളതാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഏത് തീരുമാനം എടുക്കും എന്നറിയാതെ നിങ്ങൾക്ക് ചുറ്റും തടസ്സമാണ് എന്ന് തോന്നുന്നവർക്ക് നിങ്ങൾക്ക് ഒബ്വിയസ്ലി അമ്പലത്തിലൊക്കെ പോകാം. ഗണേശൻ്റെ അമ്പലത്തിലൊക്കെ പോകാം, ഗണപതിയുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക, വഴിപാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ പലപ്പോഴും എന്ത് കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇത് നടക്കുമോ ഇല്ലയോ എന്ന് പകുതി മൈൻഡിൽ വെച്ച് ചെയ്യുകയാണെങ്കിൽ അത് ചിലപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റീസ് പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് മാറി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് 101% ട്രസ്റ്റോടുകൂടി. ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. കാരണം നിങ്ങൾ വിശ്വസിക്കുന്ന യൂണിവേഴ്സൽ എനർജി നിങ്ങൾ ഒരിക്കലും കൈവിടാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ ഗൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ ഹാം ചെയ്യില്ല, നിങ്ങളെ വിഷമിപ്പിക്കില്ല എന്ന് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ എത്തും. അത് എന്ത് തന്നെ ആയിക്കോട്ടെ. നേരെ മറിച്ച് അതിലൊരു എന്തെങ്കിലും തരത്തിലുള്ള അത് നിങ്ങൾക്ക് വേണ്ടി യോജിച്ചതല്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. കാരണം നിങ്ങൾക്ക് കിട്ടേണ്ടതെന്ന് പറയുന്നത് ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ കയ്യിൽ നിന്നും എന്ത് കാര്യം ദൈവം മാറ്റി വെച്ചിട്ടുണ്ടോ അതിനും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ എന്തായാലും കൊണ്ടുവന്ന് തരും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ടൈം പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള എൻജോയ്മെൻറ്റിൽ, സന്തോഷത്തിൽ നിങ്ങൾ മുഴുകിക്കോളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ ഷോ ദ വേർഡ് റിയൽ യു എന്നുള്ളൊരു കാർഡാണ് ഒറാക്കിൾ മെസ്സേജസ് കിട്ടിയിട്ടുള്ളത്. ദെൻ മെഡിറ്റേറ്റ് ആൻഡ് കണ്ടംപ്ലേറ്റ്. എ പേഴ്സണൽ ഇഷ്യൂ, പലർക്കും ഒരു പേഴ്സണലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ട് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ജെന്യൂനാണ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ വളരെ പ്യുവറാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ബ്ലെസ്സിങ്ങും അതുപോലെ തന്നെ ഡിവൈൻ എനർജിയുടെ ബ്ലെസ്സിങ്സൊക്കെ കൂടുതലുടെ കൂടെ ഉള്ളത് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഫെയറി മെസ്സേജസിൽ നമുക്ക് ഇതൊരു നേച്ചർ സൈനാണ്. നിങ്ങൾക്ക് പല രീതിയിലും പ്രകൃതി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് എങ്ങനെ പ്രകൃതിയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? അത് ഈ പിക്ക് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ. കാരണം ഒരു ഏഞ്ചൽ ബട്ടർഫ്ലൈനെ അല്ലെങ്കിൽ ചുറ്റും ബട്ടർഫ്ലൈ ആയിട്ട് അതൊരു ഹോപ്പാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ബട്ടർഫ്ലൈ റിലേറ്റഡ് ആയിട്ടുള്ള സയൻസ് കിട്ടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഫെദേഴ്സ് കിട്ടുന്നുണ്ടാകാം. അങ്ങനെ ഒരുപാട് സയൻസ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നേച്ചർ, പ്രകൃതി നിങ്ങൾക്ക് സൂചനകൾ തന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നമ്മുടെ ഹൃദയവും മനസ്സും ഒരേപോലെ തുറന്നു വയ്ക്കുകയാണെങ്കിൽ നേച്ചർ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കും. അത് തന്നെയാണ് പറയുന്നത്. അടുത്തത് സ്റ്റാർ ഗേസിംഗ് എന്നുള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങളിൽ ഒരുപാട് പേർക്ക് രാത്രി ഈ സ്റ്റാഴ്സിനെ നോക്കുന്നത് ഇഷ്ടമായിരിക്കാം, അതുപോലെ തന്നെ മൂണിനെ നോക്കുന്നത് ഇഷ്ടമായിരിക്കാം. അതുപോലെ തന്നെ പലരുടെയും അലൈൻമെൻറ്റിലും പലരുടെയും ഓറയും വളരെയധികം നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷനോ സ്ട്രെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറിനെ ഗേസ് ചെയ്യാം, സ്റ്റാറിനെ വാച്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള തോട്ട് മാറിയിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഐഡിയാസൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഇൻറ്റ്യൂഷൻ വളരെ ഫ്രീ ആയി നിങ്ങൾക്ക് ഒരു സിറ്റുവേഷനിൽ എന്ത് തീരുമാനം എടുക്കണം എന്നുള്ള ഇൻറ്റ്യൂഷൻ ഗൈഡ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്നുള്ളതും കൂടി പറഞ്ഞു തരും എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയിക്കോട്ടെ അതെന്താകണം, നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി അല്ലെങ്കിൽ വിക്ടിം മോഡാണ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാതെ നിങ്ങൾ അതിന് എന്തൊക്കെ രീതിയിൽ നിങ്ങളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്താം. കാരണം നിങ്ങളിൽ തന്നെ ഹാപ്പിനെസ് കണ്ടെത്തിയാലേ സിറ്റുവേഷൻ മാറുള്ളൂ. അതിന് ആരും വിചാരിച്ച് വേറെ ആരും ചിന്തിച്ചാൽ പോരാ, പകരം നിങ്ങൾ തന്നെ ചിന്തിക്കണം അല്ലേ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യം നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ മദർ മേരിയുടെ കാർഡാണ് ദ ലവ് ആൻഡ് പീസ് എന്ന് കാണിക്കുന്നത്. അതായത് നമുക്ക് ശരിയുടെ മാർഗത്തിൽ പോകാം. അതായത് ചില കാര്യങ്ങളിൽ സമാധാനം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടി വരും.
യുദ്ധവും സമാധാനവും ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിന് തിരഞ്ഞെടുക്കും? പലരും യുദ്ധം തിരഞ്ഞെടുക്കുമായിരിക്കും അല്ലേ? അങ്ങനെ പാടില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കുക എന്നല്ല, നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ഷമിക്കുക. കാരണം പകയും ദേഷ്യം ഇതൊക്കെ വെച്ച് നിന്നിട്ട് എന്താ കാര്യം എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മദർ ഹീലിംഗ് ഇവിടെ പലർക്കും പോസിബിളാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേറെ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഡിവൈൻ ഡയറക്ടർ എന്നുള്ളൊരു കാർഡാണ്. ഡിവൈൻ ഇൻ്റർവെൻഷൻ ഈസ് ഒക്കറിങ്, നോ ദാറ്റ് യു ആർ ബീങ് ഗൈഡഡ്, ഹാപ്പിനെസ് ഈസ് യുവർ പർപ്പസ്. അതായത് നിങ്ങളുടെ ആവശ്യം എന്താണ്? ഹാപ്പിനെസ് ആണ്. തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് അല്ലേ? നിങ്ങളുടെ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യൂ. പല സാഹചര്യങ്ങളും നിങ്ങളെ ഒന്ന് തടസ്സപ്പെടുത്താം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷൻ ഒന്ന് മാറ്റാൻ ശ്രമിച്ചേക്കാം. പക്ഷേ ബാക്ക് ടു മെഡിറ്റേഷൻ, ബാക്ക് ടു നിങ്ങളുടെ ഹാപ്പിനെസ്സിന് തന്നെ ഫോക്കസ് ചെയ്ത് പോവുക. അതുപോലെ തന്നെ പറയാന്നുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ബൈ ഏഞ്ചൽസ് ഉള്ളൊരു കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ പറയുന്നത് യു ആർ ചെറിഷ്ഡ് ബൈ ഏഞ്ചൽസ്. നിങ്ങളുടെ കൂടെ ഏഞ്ചൽസ് ഗൈഡൻസ് ഉണ്ട്. ഈ ഒരു ടൈം എന്ത് തന്നെ സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോയാലും നിങ്ങളുടെ കൂടെ ബ്ലെസ്സിങ്സ് ആയിട്ടും ഗൈഡൻസ് ആയിട്ടും ഏഞ്ചൽസും ഡിവൈൻ എനർജിയും, അതുപോലെ തന്നെ ഓരോ പ്രോബ്ലത്തിനും ഓരോ സൊല്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് ചിന്തിക്കുമ്പോഴായിരിക്കും അതിനുള്ള, അല്ലെങ്കിൽ ഏത് പ്രോബ്ലം നമ്മൾ റഷ് ചെയ്ത് പോകുന്നതിനേക്കാൾ കൂടുതൽ അതും സമയമെടുത്ത് ചിന്തിക്കുന്നതായിരിക്കാം. ചിലത് റഷ് ചെയ്ത് പോകേണ്ടതായിട്ട് വരും. പക്ഷേ എന്നാലും നമ്മൾ മെല്ലനെ സാവകാശം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് തന്നെ ഫോക്കസ് ചെയ്യുക എന്നുള്ള രീതിയിൽ കണക്കാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ വളരെയധികം സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ചിലവർക്ക് എഡ്യൂക്കേഷൻ ആയിരിക്കാം, അതിനൊരു ബാലൻസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ റെസ്റ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ളൊരു സമയം മാറ്റി വെക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ കുറച്ച് ബ്രേക്കൊക്കെ എടുത്ത് നിങ്ങളുടെ ഹാപ്പിനെസ്സിന് ഫോക്കസ് ചെയ്ത്, എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, എന്നാലും പറ്റുമെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കാം, നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലതായി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ഫെഡപ്പ് എനർജിയിൽ നിന്ന് മാറ്റാനാണ് അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാണ് നിങ്ങൾക്ക് ഈ ഒരു ടൈം യൂണിവേഴ്സിൽ തരുന്ന ബ്ലെസ്സിങ്സും മെസ്സേജസ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അപ്പോൾ ഹോപ്പ് നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.